ഋതപ്പന്റെ കാര്യം പറഞ്ഞാലേ ഇപ്പോ ഋതപ്പനെ ആരോ തട്ടിയെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു പുറത്തേക്ക്. അതിന്റെ അതെന്താ സംഭവം? എനിക്ക് നിങ്ങൾക്കൊക്കെ അറിയാം, എനിക്ക് എൻ്റെ ഋതപ്പം മാത്രമേ ഉള്ളൂ ഇനി. ഞാനത് അറിഞ്ഞ കാര്യമാണ് എൻ്റെ കുഞ്ഞിനെ തട്ടിയെടുക്കാൻ. ഞാനത് വെറുതെ ഒന്നും പറയത്തില്ല. വിശ്വസ്തനായ ഒരാൾ വേറൊരാളോട് പറഞ്ഞിട്ട്, ആരാന്നൊന്നും ഞാൻ പറയത്തില്ല, ഞാൻ അറിഞ്ഞതാണ്. രേണുസുതി ക്യാൻസർ വന്ന് എന്തായാലും ഉറപ്പാണ് മരിക്കും. അപ്പം അവനെ നോക്കണം, അവനെ അവിടെ വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല, നമുക്ക് കൊണ്ടുപോകണം. ആരാ പറഞ്ഞെന്നറിയോ ഈ നോക്കാൻ വന്നു? ഈ എനിക്കെതിരെ ഒരു സ്ത്രീ ഇല്ലായിരുന്നു നെഗറ്റീവ് പറഞ്ഞത്, നമ്മൾ ആദ്യം തൊട്ടേ പറഞ്ഞു. അവളാണ് എൻ്റെ വളർത്തുമകനുമായിട്ട് ചേർന്ന് ഇത് ഒപ്പിച്ചെന്നാണ് ഞാൻ അറിഞ്ഞത്. അവര് വളർത്തുവോ കുഞ്ഞിനെ? എനിക്കറിയില്ല. അവരാണ് ഇതിന് മുൻകൂട്ടി. അവള് ചാകുമല്ലോ, രേണുസുതി മരിക്കും. എൻ്റെ മോനെ തട്ടിയെടുക്കാൻ നോക്കിയത്, പക്ഷെ നടക്കത്തില്ല. എൻ്റെ ജീവൻ പോകുന്നോടെ വരെ എൻ്റെ കുഞ്ഞെൻ്റെ കൂടെ വേണം, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ കുഞ്ഞേ ഉള്ളൂ. അവൻ അതല്ലേ ചേച്ചി എന്താ പറയണേ? എന്താ വെച്ചാ ആ സ്ത്രീയാണ് ഇതിന് മുൻകൂട്ടി നിന്നത് മോളെ. ആ സ്ത്രീയാണ്. ഞാൻ ചോദിക്കുന്നത്, അവരും നിങ്ങളുമായിട്ട് ഒരു ബന്ധമില്ല. അതല്ലേ അവരെന്നാ കുടുംബത്തിൽ എൻ്റെ ഭർത്ത വീട്ടിൽ കാല് കുത്തിയോ അന്നാണ് ഈ ഇതെല്ലാം തകിടം പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത് എന്തിന്? എനിക്കറിയില്ല. എന്നെ തകർക്കണം. ഞാൻ മരിക്കുമല്ലോ, ക്യാൻസർ വന്നില്ല, ഞാൻ മരിക്കുമല്ലോ. അപ്പൊ കുഞ്ഞിനെ നോക്കണ്ടേ? അപ്പൊ കുഞ്ഞിനെ തട്ടിയെടുക്കണം. അതാണ് അവൾക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ ശിക്ഷ. അല്ല, അവൾ അതോടുകൂടി തീർന്നെന്ന്. എൻ്റെ കുഞ്ഞിനെ ഞാൻ കൊടുക്കുവോ? ഏത് നിയമവും കോടതിയും വന്ന് ഞാൻ കൊടുക്കത്തില്ല അവനെ. ചേച്ചി എപ്പോഴും ഇവരെ കണ്ടിട്ടുണ്ടോ? ഇവരെ ഇല്ല. ഇന്ന് ഗൈസ്, നിങ്ങൾക്ക് ഇത് കേട്ടപ്പോ എന്താണ് തോന്നുന്നത് എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. ആക്ച്വലി ഇപ്പൊ ഒരു ബന്ധവും ഇല്ലാത്ത ഒരാള് പോയിട്ട് എന്താണ് ആക്ച്വലി ഇവരുടെ വീഡിയോസ് ഒക്കെ റിയാക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഇവരുടെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോകാനായിട്ട് ഇതൊന്ന് വെള്ളരിക്കപ്പെടുന്നതാണ്. നിങ്ങളും ഞാനും എല്ലാവരും ചോറാണ് കഴിയുന്നത്. ഈ ചോറ് തിന്നുന്നവർക്ക് എല്ലാവർക്കും മനസ്സിലാവും ഇവര് ഇത് വെറും പറയുന്നതാണ്. അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ഇന്റർവ്യൂറിന് തന്നെ കുറച്ച് ബുദ്ധിയില്ലേ? അത് ബുദ്ധി ഇല്ലാതെ അഭിനയിക്കുന്നതാണോ അതോ ശരിക്കും ബുദ്ധി ഇല്ലാത്തതാണെന്ന് എനിക്ക് അറിയാൻ മേല. ഷക്കീന ബീബി എങ്ങനെയാണ് ഇവരുടെ കുട്ടീനെ തട്ടിയെടുക്കുന്നത്? ഷക്കീന ബീബി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, അതായത് രേണുവിന് എന്തെങ്കിലും പറ്റിയാൽ ആ കുട്ടീനെ നോക്കേണ്ടത്, അല്ലെങ്കിൽ ആ കുട്ടിയുടെ അത്രയും അടുത്ത് നിൽക്കുന്ന ആരാണ്? കിച്ചുവാണ്. അപ്പൊ കിച്ചുവാണ് രേണുവിന് എന്തെങ്കിലും പറ്റിയാൽ നോക്കേണ്ടത് എന്ന് പറഞ്ഞതിന് ഷഫീന ബീബി ആ കുട്ടീനെ തട്ടിക്കൊണ്ട് പോവാണെന്നൊക്കെ പറയുന്നത് അതെന്തിനാണ് ഇങ്ങനെയൊക്കെ പറയണേന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പൊ കുറെ എന്തെങ്കിലുമൊക്കെ അങ്ങ് പറയണം. ഇത് രേണു കരയുന്ന കാണുമ്പോ എനിക്ക് സത്യം പറഞ്ഞ എനിക്ക് ചിരിയാണ് വരുന്നത്. ഗൈസ്, നിങ്ങൾക്ക് അങ്ങനെ ചിരി വരുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യാട്ടോ. അപ്പം എനിക്ക് ഭയങ്കര എന്താ പറയാ, കണ്ണുനീരൊന്നും വരാതെ ഭയങ്കരമായിട്ടുള്ള കണ്ണീര് ഇങ്ങനെ അഭിനയിച്ച് വരുത്തുന്ന പോലെ എനിക്ക് തോന്നുന്നത്. ഈ ഒരു ഇന്റർവ്യൂറിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ ഒരു ഫീൽഡിൽ കുറച്ച് പിടിച്ചു നിൽക്കണം, അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡാണ് നിങ്ങളുടെ കരിയർ ആക്കേണ്ടത് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇവരെയൊക്കെ പോയി ഇന്റർവ്യൂ ചെയ്യാൻ നിൽക്കുക. ഇപ്പം ആക്ച്വലി ഭയങ്കര നല്ല രീതിയിൽ ഹേറ്റേഴ്സ് നിങ്ങൾക്ക് വാങ്ങിയിട്ടുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോ എന്താ പറയാ, ബാക്കിയും കൂടെ കണ്ടു നോക്കാം. എനിക്കറിയില്ല. കുട്ടിയുടെ കാര്യത്തിൽ സ്വന്തം അമ്മയുടെ അടുത്തുനിന്ന് കുട്ടീനെ തട്ടിയെടുക്കുക ഇന്ന് വെള്ളരിക്കപ്പെടണോ? അറിയില്ല. അവര് അങ്ങനെ ഒരു നീക്കം, അത് ഞാൻ ശരിക്കും വ്യക്തമായിട്ട് തെളിവ് സഹിതം ഞാൻ അറിഞ്ഞത്. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. തെളിവ് സഹിതം ഞാൻ അറിഞ്ഞ കാര്യമാണ്. ഈ ലോകത്ത് എന്താ പറയാ, ഹസ്ബൻഡ് ഇല്ലാതെ കുട്ടികളെ വളർത്തുന്നതും അല്ലെങ്കിൽ ഇങ്ങനെ വയ്യാതായതും ഒക്കെ രേണുസുതി മാത്രമൊന്നുമല്ല. രേണുസുതി അവരെ വെച്ച് നോക്കുമ്പോ ഓൾറെഡി ഇത്രയും ഫെയിമും കാര്യങ്ങളും ഉണ്ട്. രേണുസുതിയുടെ ഹസ്ബൻഡിനെ വെച്ചിട്ട് പുള്ളിക്കാരി പൈസ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പൊ ഹസ്ബൻഡിന്റെ ട്രെൻഡ് കഴിഞ്ഞപ്പം ഹസ്ബൻഡിന്റെ മോനെ വെച്ചിട്ട് പൈസ ഉണ്ടാക്കുന്നുണ്ട്. ആൻഡ് പോരാത്തതിന് ഇപ്പൊ ആ ചെറിയ കൊച്ചിന്റെ കാര്യം കൂടെ പറഞ്ഞ് നമ്മളിപ്പോ രണ്ട് എപ്പിസോഡ് കണ്ട, 2 എപ്പിസോഡിൽ കിച്ചുവിനെ പറഞ്ഞ് ഹസ്ബൻഡിന്റെ ഫാമിലിനെ പറഞ്ഞ് ഇപ്പൊ ഈ കുഞ്ഞു കൊച്ചിനെ, സ്വന്തം കുട്ടീനെയും കൂടെ എടുത്തിടുകയാണ് കണ്ടന്റിന് വേണ്ടിയിട്ട്. ശരിക്കും ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇവരിങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ വിച്ചു എന്റെ കൊച്ചിനെ തട്ടിയെടുക്കാമെന്നോ, അല്ലെ ഷക്കീന ബീബി ഇങ്ങനെ ആക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഇങ്ങനെ കരഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടാനാ? അല്ലെങ്കിൽ ഈ കാണുന്ന നാട്ടുകാർ വന്ന് നിങ്ങളുടെ പ്രശ്നം തീർക്കോ? ഈവൻ യു ഹാവ് എ പ്രോബ്ലം, അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ഞങ്ങൾ കാണുന്ന നാട്ടുകാർ ഒരിക്കലും തീർക്കാൻ പോകുന്നില്ല. അതുകൊണ്ട്
എന്തിനാണ് ഇങ്ങനെ വന്ന് പറഞ്ഞ് സ്വന്തം പല്ലട ബുദ്ധി മണപ്പിക്കുന്നത് എന്തിനാന്നാ എനിക്ക് ചോദിക്കാനുള്ളത്. മേ ബി റീച്ചിന് വേണ്ടിയിട്ടായിരിക്കും. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് ക്യാൻസർ ആണെന്ന് പറഞ്ഞപ്പോ തന്നെ ഒരുപാട് ആൾക്കാർ നിങ്ങൾക്കെതിരെ സംസാരിക്കുന്നത് നിർത്തിയിരുന്നു. പക്ഷെ സംസാരിക്കാത്തവരുടെ വായിക്കകത്ത് ഇങ്ങനെ കമ്പ് കുത്തി കുത്തി കുത്തിയാണ് നിങ്ങൾ ഇപ്പൊ ഓരോന്ന് കേട്ടോണ്ടിരിക്കുന്ന നെഗറ്റീവ്. അതായത് അട്ടയെ പിടിച്ച് മെത്തയെ കിടത്തിയാൽ കിടക്കില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് എനിക്കിപ്പോ ഈ ഒരു സംഭവം ഫീൽ ചെയ്യുന്നത്. നെഗറ്റീവ് കിട്ടി 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 പോസിറ്റീവ് കിട്ടിയാലും അവർക്ക് ആ നെഗറ്റീവിലോട്ടുള്ള അതായത് നെഗറ്റീവാണ് അവരെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യുന്നത്. ശരിയല്ലേ ഗൈസ്? എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. പിന്നെ ഈ ഒരു കുഞ്ഞിനെയും കൂടെ എടുത്തിട്ട് കണ്ടന്റ് ആക്കേണ്ട കാര്യമുണ്ടോ? ഇത് ഈ വെള്ളരിക്ക പട്ടണമൊന്നും അല്ലല്ലോ. ആ സ്വന്തം അമ്മയിൽ നിന്ന് അച്ഛന് പിന്നെയും കൊണ്ടോ ഇത് വേറെ. അതായത് ഷഫീല ബീവിക്ക് ഓൾറെഡി 2 മക്കളുണ്ട്, അവർക്ക് നിങ്ങളുടെ കുട്ടി വേണ്ട. പിന്നെ കിച്ചു ഇപ്പം ബിസിനസ് ഒക്കെ തുടങ്ങിയത്. ഇപ്പൊ രേണുസുതി ഏറ്റവും വലിയ പ്രശ്നം കിച്ചു ബിസിനസ് തുടങ്ങിയത്. പിന്നെ മറ്റേ അതുൽ ബ്ലോഗ് അവര് കാർ എടുത്തത്, അതൊക്കെയാണ് ഇവരെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പൊ അവരൊക്കെ നല്ല കയറി പോകുന്നു. കിച്ചു ബിസിനസ് തുടങ്ങുന്നുണ്ട്, ഇവളും ബിസിനസ് തുടങ്ങാൻ പോകും. എന്തായാലും ബാക്കിയും കൂടെ കേൾക്കുന്നു. എന്ത് വന്നാലും എൻ്റെ കുഞ്ഞിനെ ഞാൻ കൊടുക്കത്തില്ല ആർക്കും. എന്ത് വന്നാലും ഞാൻ കൊടുക്കത്തില്ല. അവരത് തട്ടിയെടുക്കാൻ നോക്കി, കാരണം ഞാൻ മരിച്ചു പോവല്ലോ. അപ്പൊ കുഞ്ഞിന്റെ ചേട്ടനെ ഏൽപ്പിക്കണം. പിന്നെ ഞാനുമായിട്ടൊരു ബന്ധവും കാണരുത്. ചേട്ടൻ നോക്കുമായിരിക്കും. ഇപ്പോഴും നോക്കുന്നുണ്ടല്ലോ. അല്ല, നോക്കുന്നുണ്ടല്ലോ. അപ്പൊ ആരാ നോക്കുന്ന കുഞ്ഞിനെ? എൻ്റെ വീട്ടുകാർ. ഇതാ ഞാൻ പറഞ്ഞത്. ഈ വൃദ്ധപ്പൻ ഇനി മുന്നോട്ട് എങ്ങനെ പോകുന്ന? ഇനിയിപ്പോ നാളെ കിച്ചുവിന്റെ അടുത്തേക്ക് സംസാരിക്കണം, അല്ലെങ്കിൽ അവര് തമ്മിൽ ഒരു ബന്ധം വരികയാണ് എന്നുണ്ടെങ്കിൽ ചേച്ചിക്ക് പേടിയുണ്ടോ? ഇല്ല, ഞാൻ എതിർക്കത്തില്ല. ഒരപ്പന്റെ മക്കളാണ് അല്ലേ, എതിർക്കത്തില്ല. പക്ഷെ ഞാനായിട്ട് അങ്ങനെ എതിർപ്പും പറയത്തില്ല, അല്ലെങ്കിൽ നീ പോണോന്നും പറയത്തില്ല പറഞ്ഞു. പക്ഷെ അത് അവർക്കാണ് തോന്നേണ്ടത്, ഈ കുഞ്ഞിനല്ല തോന്നേണ്ടത്. ഇത് 7 വയസ്സാകുന്നതേ ഉള്ളൂ, അവർക്കാണ് തോന്നേണ്ടത്. എനിക്കൊരു മോളുള്ളത് കൊണ്ട് ശരിക്കും പറഞ്ഞാൽ കുട്ടിയുടെ കാര്യം പറയുമ്പോൾ ശരിക്കും കണക്റ്റ് ആവും. ഞാൻ പറയുകയാണെങ്കിൽ ചേച്ചി ആയതുകൊണ്ട് മാത്രമാണ് ഇത്രയും ആ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ എന്താ പറയാ. ഞാൻ ഒന്ന് വന്ന് ഹഗ് ചെയ്തട്ടെ. കുറെ നാളുകളായിട്ട് വിചാരിച്ചാണ്, പക്ഷെ ശരിയായി. സുധിച്ചേട്ടൻ മരിച്ചപ്പോ ഇതായിരിക്കും ബാക്കി വെച്ചത്. പക്ഷെ ഒരു ഉളുപ്പുണ്ടല്ലോ പറയുന്നതില്. അതായത് ഇത് ആ മരിച്ച ആ ഒരു വ്യക്തിനെ കുറിച്ചാണ്. നിങ്ങളും കുറെ ഉണ്ടാക്കിയല്ലോ. സുധിയുടെ പേര് പറഞ്ഞു ഉണ്ടാക്കി, അതുപോലെ തന്നെ സുധിയുടെ മോന്റെ പേര് പറഞ്ഞ് ഇപ്പൊ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ആ ഒരു അദ്ദേഹം മരിച്ചപ്പോ ചിലപ്പോ ഒന്നും തന്നിട്ടില്ല. ഗ്യാപ്പിന് മുന്നേ കിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹം കഷ്ടപ്പെട്ട കാശൊക്കെ ആര് കൊണ്ടുപോയി. ഇവിടെ സുധി പറയുന്നുണ്ട്, സോറി രേണു പറയുന്നുണ്ട്, അവര് പൈസ ഉള്ള സമയത്ത് ആരും ഇല്ലായിരുന്നു, അതൊക്കെ ഓരോരുത്തർ കൊണ്ടുപോയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ കിച്ചു പറയുന്നുണ്ടായിരുന്നു, അതായത് മരിച്ച സമയത്ത് അല്ലെങ്കിൽ അതിനു മുന്നേ ഒക്കെ ആണെങ്കിൽ പണിയെടുക്കുമ്പോൾ ഈ ഒരു കുടുംബത്തെ മുഴുവനും നോക്കിയാണ് അവർ ഈ ഒരു അവസ്ഥയിൽ എത്തിയിട്ടുള്ളതെന്ന്. അപ്പോ ഇതാണ് ശരിക്കും പുള്ളിക്കാരിയുടെ ആ ഒരു ആക്ച്വൽ ക്യാരക്ടറാണ് ഇൻ ബിറ്റ്വീൻ ആ ഒരു ഇന്റർവ്യൂയിലൂടെ ഇങ്ങനെ വെളിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് അതാണ് തോന്നുന്നത്. കാരണം നമുക്ക് അത്രയും സ്നേഹിക്കുന്ന നമ്മുടെ ഹസ്ബൻഡിനെ കുറിച്ചോ അല്ലെങ്കിൽ ആരെ കുറിച്ചാണെങ്കിൽ നമുക്ക് ഒരിക്കൽ പോലും നമുക്ക് അദ്ദേഹം മരിച്ചപ്പോ ഇത്രയൊക്കെയാണ് ബാക്കി വെച്ചിട്ട് പോയത്, ഇതാണ് അദ്ദേഹം തന്നത്, അങ്ങനെയൊക്കെ വന്ന് എങ്ങനെ പറയാൻ കഴിയും എന്നാണ്. ഒത്തിരി ഉണ്ടാക്കിയിട്ടുണ്ട്. സുധിനെ വെച്ച് വേറെ ആരും ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ തന്നെ, സുധി ഉണ്ടാക്കിയതിനേക്കാൾ കൂടുതൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സുധി രേണുസുധി എന്നുള്ള പേര് കൊണ്ട്. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ മരിച്ചതിന് ശേഷം മരിക്കുന്നതിന് മുന്നേ ഊറ്റിക്കൊണ്ടിരുന്നത്, മരിച്ചു കഴിഞ്ഞിട്ട് ഊറ്റി, അത് കഴിഞ്ഞിപ്പോ അദ്ദേഹത്തിന്റെ മകനെയും കൂടെ ഊറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെയൊക്കെ ദൈവം തന്നു, എന്നിട്ടും മനസ്സിലാകാതെ ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കുറെ സുധിച്ചേട്ടൻ്റെ സ്വത്തും സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതേ ചൊല്ലിയിട്ട് അവരുടെ വീട്ടുകാരും ആൾക്കാരൊക്കെ ആയിട്ട് എന്തെങ്കിലും തർക്കങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു? സുധിച്ചേട്ടന്റെ മരണത്തിന് ശേഷം സുധിച്ചേട്ടൻ എനിക്ക് ചിരി വന്ന വേറൊന്നുമല്ല. സുധിച്ചേട്ടൻ്റെ സ്വത്ത് എന്നായിരുന്നു അറിയോ? ഒരു പൊട്ടിയ വാച്ചും ഒരു പൊട്ടിയ ഫോണും ഒരു കീറിയ ജുബായും. ഇതാണോ സുധിച്ചേട്ടൻ്റെ സ്വത്ത്? എന്തുണ്ടാക്കിയതാ? സുധിച്ചേട്ടൻ ഒന്നും ഉണ്ടാക്കിയിട്ടല്ല പോയത്.
സുചേട്ടൻ ഉള്ള സമയത്ത് ഞാനില്ലായിരുന്നു. സാമ്പത്തികം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്, അന്നൊന്നും ഞാനില്ലായിരുന്നു. അന്ന് കൊണ്ടുപോകേണ്ടവരെല്ലാം കൊണ്ടുപോയി, സ്വത്തും അല്ലെങ്കിൽ പൈസ. സ്വത്തെന്ന് പറഞ്ഞാൽ പൈസ. സുചേട്ടൻ ഒന്നും ഉണ്ടാക്കിയിട്ടല്ലേ പോയി. അദ്ദേഹം മരിച്ചപ്പം തന്നത് ഈ 2 പിള്ളേരെ ഒരു പൊട്ടിയ വാച്ചും ഒരു ഷൂ ആണ്ട് അവിടെ ആ അപകട സ്ഥലത്ത് ഒരെണ്ണം കിടന്നു, ഒരു ചെരുപ്പ്, ഒരു ബ്ലഡ് പിടിച്ചൊരു ബാഗുമാണ്. അതാണോ സ്വത്ത്? പിന്നെ ആകെ കിട്ടാവുന്നത്, നിയമപരമായിട്ട് കിട്ടാവുന്ന ഒന്നേ ഉള്ളൂ, അത് ആക്സിഡന്റിന്റെ ക്ലെയിം എന്ന് പറയും. അതാണ്. അത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അത് എനിക്ക് കിട്ടാതിരിക്കാനും എൻ്റെ ഇളയ കുഞ്ഞിന് കിട്ടാതിരിക്കാനും പഠിച്ച പണി 18 നോക്കുന്നുണ്ട് ഞാൻ. ഇദ്ദേഹത്തിന്റെ വീട്ടുകാർ നോക്കുന്നത് ഞാൻ പ്രത്യക്ഷമായിട്ട് ഞാൻ പറഞ്ഞിട്ടുമില്ല, പറയത്തുമില്ല കേട്ടോ. ഈ വ്ളോഗർ, ഈ നെഗറ്റീവ് എന്നെ പറയുന്ന ഈ വ്ളോഗർ, ഇവർ പഠിച്ച പണി 18 നോക്കുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ ഈ ഈ ഈ വൃത്തികെട്ട സ്ത്രീ എനിക്കും എൻ്റെ കുഞ്ഞിനും ഇത് കിട്ടരുത്. എല്ലാം സുധിച്ചേട്ടൻ്റെ മൂത്ത മകനും സുധിച്ചേട്ടൻ്റെ അമ്മയ്ക്കും ഈ സ്ത്രീ നോക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. ഇവർ, ഞാൻ നിയമപരമായിട്ട് ഒരേ ഒരു ഭാര്യയേ ഉള്ളൂ സുധിച്ചേട്ടൻ നിയമപരമായിട്ട് കല്യാണം കഴിച്ചാൽ, നമ്മൾ നിയമപരം എന്ന് പറഞ്ഞാൽ രജിസ്റ്റർ ഓഫീസിൽ ചെന്ന് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഈ സുധിയുടെ വൈഫ് ഒരേ ഒരാളേ ഉള്ളൂ, രേണു സുധി, അല്ലെങ്കിൽ രേഷ്മ പി തങ്കച്ചൻ എന്ന രേണു സുധി മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് കിട്ടേണ്ട അവകാശം ആ ഒരു ക്ലെയിമിൽ എനിക്ക് കിട്ടാനുള്ളതാണെങ്കിൽ രേണു സുധിക്ക് അത് കിട്ടിയിരിക്കും. ഇവരെന്ത് കളിച്ചാലും അത് കിട്ടിയിരിക്കും. അതേ ഉള്ളൂ സുധിച്ചേട്ടൻ ബാക്കി വെച്ചിട്ട് പോയ സാധനം. പിന്നെ എൻ്റെ കുഞ്ഞിനും ഉള്ളത്, അവരുടെ എൻ്റെ വളർത്തുമകൻ അല്ലെങ്കിൽ രാഹുൽ ദാസ്, സുധിച്ചേട്ടൻ്റെ മൂത്ത മകൻ രാഹുൽ ദാസിനും സുധിച്ചേട്ടൻ്റെ ജനിപ്പിച്ച അമ്മയ്ക്കും ഈ ഇളയ കുഞ്ഞിനും എനിക്കും. ഈ ഇളയ കുഞ്ഞിൻ്റെ എൻ്റെ കയ്യിൽ തരത്തുമില്ല, ആരുടെ കയ്യിലും കൊടുക്കത്തില്ല. അതിന് 7 വയസ്സേ ഉള്ളൂ, മൈനറാണ്. അതിന് 18 വയസ്സാകുമ്പോൾ എടുക്കത്തക്ക രീതിയിൽ അത് ഗവൺമെന്റിന്റെ കയ്യിൽ തന്നെ കാണും ചിലപ്പോൾ. എനിക്കറിയില്ല, അതിനെപ്പറ്റി ഡീറ്റെയിൽ അറിയില്ല. അത് ഫിക്സഡ് ആയിട്ട് അത് കിടക്കും. അത് അവന് 18 വയസ്സാകുമ്പോൾ അവന് പഠിക്കാനായിട്ടുള്ളത്. എനിക്ക് ടെൻഷൻ വേണ്ട അവൻ്റെ കാര്യം. സുചേട്ടൻ അങ്ങനെ ഒരു കാര്യം തന്നിട്ടാ പോയത്. അത് എനിക്ക് അവകാശമുള്ളത് എനിക്ക് കിട്ടിയിരിക്കും. അതെന്ത് വന്നാലും കിട്ടും. അതിന്റെ പേരിൽ ആരും, അല്ലാതെ സുധിച്ചേട്ടൻ ഒരു സ്വത്തും ഉണ്ടാക്കിയിട്ട് പോയ ആളല്ല. പോയപ്പോൾ ഉണ്ടാക്കിയതാണ് 2 കീറിയ പൊട്ടിയ ചെരുപ്പ്, ഒരു പൊട്ടിയ വാച്ചും ബ്ലഡ് പറ്റിയ ഒരു ജുബായും, കീറിയ ജുബായും. സ്വത്ത്. അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം, ഇവിടെ രേണു പറയുന്നുണ്ട് സുധി മരിച്ചിട്ട് 3 വർഷമായിട്ടുള്ള 3 വർഷമായിട്ടുണ്ടെങ്കിലും എല്ലാവരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. സുധി എന്ന് പറയുമ്പോൾ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും അല്ലെങ്കിൽ എല്ലാ ദിവസവും എവിടെയെങ്കിലും ഒക്കെ ആരെങ്കിലും സംസാരിക്കാതിരിക്കുന്നില്ല. ബിക്കോസ് ഓഫ് യു, അല്ലെങ്കിൽ നിങ്ങൾ കാരണം ഇപ്പോഴും അദ്ദേഹത്തിന് ഒരു സമാധാനം കൊടുക്കുന്നില്ല. ഇപ്പൊ സുധീനെ വെച്ച് നോക്കുമ്പോൾ കൊച്ചിൻ ഹനീഫ ഒക്കെ അത്രയും അവരെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ വലിയൊരു ആക്ടറാണ് അല്ലെ. അപ്പോ സുധി എന്ന് പറയുന്ന വ്യക്തി മരണശേഷമാണ് ഇത്രയധികം അറിയപ്പെട്ടത്, അല്ലെങ്കിൽ ഇത്രയധികം ആൾക്കാരിലേക്ക് എത്തിയത്. കൊച്ചിൻ ഹനീഫ ഒക്കെ എന്ന് പറഞ്ഞാൽ അത്രയും സിനിമകൾ ചെയ്താണ്. പക്ഷെ അദ്ദേഹത്തിന്റെ പേരോ കാര്യങ്ങളോ ഒന്നും ആരും സംസാരിക്കുന്നില്ല. അദ്ദേഹത്തിനും ഭാര്യയും 2 കുട്ടികളും ഒക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു വീഡിയോ ഒക്കെ ആയിട്ട് വന്നു. അതായത് ഒരു വീട് വെച്ചതിന്റെ കഥയും 2 മക്കളെ പഠിപ്പിച്ച് ജോലി വാങ്ങിച്ച് ആ മക്കൾ വെച്ച വീടും ഒക്കെ ആയിട്ട് അവര് വന്നു. എന്ത് ഇതാണ്. അപ്പൊ അവർക്കും വേണമെങ്കിൽ പറയാറുണ്ട് ഇത്രയും സിനിമയിൽ അഭിനയിച്ചു പക്ഷെ നമുക്കൊന്നുമില്ല, അല്ലെങ്കിൽ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അവർക്കും ആ ഒരു രീതിയിൽ നല്ല ഒരു രീതിക്ക് റീച്ച് ഉണ്ടാക്കാല്ലേ. സുധിയേക്കാളും നല്ല രീതിക്ക് റീച്ച് അവർക്ക് വേണ്ടി കിട്ടിയത്. പക്ഷെ അവരതിനൊന്നും പോകാതെ കഷ്ടപ്പെട്ട് 2 മക്കളെയും പഠിപ്പിച്ച് ഈ ഇടയ്ക്കാണ് വീട് വെച്ചത്. ഇവർക്ക് അങ്ങനെയൊന്നും വേണ്ട. സുധി മരണശേഷം ഉടനെ തന്നെ ഇവർക്ക് വീടും കാര്യങ്ങളും ഒക്കെ കിട്ടി. ഈ ഒരു ഇന്റർവ്യൂവിനകത്ത് രേണു പറയുന്നുണ്ട് സുധി എന്ന് പറയുന്ന ആള് ചോര പുരണ്ട ഒരു ബാഗും ഒരു ഡ്രസ്സും അല്ലെങ്കിൽ ഒരു പൊട്ടിയ വാച്ചും കാര്യങ്ങളും ഒക്കെ തന്നിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പേരിലാണ് ആ വീട് കിട്ടിയത്. അല്ലെങ്കിൽ അദ്ദേഹം നിങ്ങളുടെ ഭർത്താവ് ആയതുകൊണ്ട് മാത്രമാണ് വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും എനിക്ക് തോന്നുന്നില്ല ഒരു ബെഡ്ഷീറ്റ് പോലും അവർ വാങ്ങിച്ചിട്ടുണ്ടെന്ന് നമുക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ എല്ലാ സാധനങ്ങളും, അതുപോലെ തന്നെ മാസാമാസം ലക്ഷ്മി നക്ഷത്രം കൊടുക്കുന്ന എമൗണ്ട്, അതുപോലെ തന്നെ എന്താ പറയാ മരണസമയത്താണെങ്കിലും 24ഉം അതുപോലെ തന്നെ ഫ്ലവേഴ്സും ഒക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുള്ള കാര്യം കിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇത്ര രൂപയാണ് തങ്കച്ചൻ ചേട്ടൻ കിടക്കുമായിരുന്നു, തങ്കച്ചൻ ചേട്ടൻ കൂട്ടി എഴുതി കൊടുത്ത കണക്ക് വരെ കിച്ചു പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. അപ്പം നിങ്ങൾ വന്ന് ഇങ്ങനെ ഇരുന്ന് നിങ്ങളുടെ കല്യാണം തന്നെ വിത്ത് മണപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ മിണ്ടാതെ വന്ന ആൾക്കാരെ എടുത്ത് ചൊറിഞ്ഞ് ഈ ഒരു ഇന്റർവ്യൂ കൊണ്ടാണ് ഇത്രയധികം ഇപ്പൊ കുറച്ച് അസുഖമൊക്കെ മാറി ഒന്ന് നന്നായി വന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും മേ ബി അടുത്ത
പ്രൊമോഷനും അതുപോലെ തന്നെ ഈ ഉദ്ഘാടനത്തിനും ഒക്കെ പോകാൻ വേണ്ടിയായിരിക്കും മേ ബി അടുത്ത സംഭവം കൊണ്ട് ഇപ്പൊ വന്നത്. അപ്പൊ നിങ്ങളുടെ ആ കിച്ചു എന്ന് പറയുന്ന അവനെ മോനായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഇനിയെങ്കിലും ആ കൊച്ചിനെ കുറ്റം പറയാതെ മുന്നോട്ട് പോകാന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അവന് വേണമെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് നിങ്ങളെ കുറ്റം പറഞ്ഞോ അല്ലെങ്കിൽ നിങ്ങൾ സുഖിയോട് ചെയ്ത കാര്യങ്ങളോ അല്ലെങ്കിൽ അവൻ അനുഭവിച്ച ഇവൻ അതൊന്നും വേണ്ട, അവൻ അനുഭവിച്ച കാര്യങ്ങളോ അല്ലെങ്കിൽ അവിടെ സംഭവിക്കാത്ത കാര്യങ്ങളോ ഇതുപോലെ അവന് വേണമെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് കുറെ പറയാം. അവന് നല്ല റീച്ചും കിട്ടും, നല്ല സപ്പോർട്ട് ചെയ്യാനും ആൾക്കാരുണ്ട്. പക്ഷെ അതൊന്നും വേണ്ട എന്ന് വെച്ചാൽ സ്വന്തമായിട്ട് അധ്വാനിച്ച് ഈ പ്രായത്തിൽ സ്വന്തമായിട്ടൊരു ബിസിനസ്സും സ്റ്റാർട്ട് ചെയ്ത് ഇത്രയും നല്ല രീതിക്ക് പോകുന്ന അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു വ്യക്തി എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും. കാരണം അവൻ സംസാരിക്കുന്ന ഓരോ കാര്യം, കാരണം അവൻ സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ അവന്റെ ഇന്റർവ്യൂ കാണുമ്പോഴാണെങ്കിലും നിങ്ങളെക്കാളും എത്ര പ്രായം കുറവാണെങ്കിലും വളരെ മെച്യൂർഡ് ആയിട്ട് സംസാരിക്കുന്ന ഇന്റർവ്യൂവും കാര്യങ്ങളും ഒക്കെ തന്നെയാണ്. നിങ്ങളെ ഒരു വാക്കുകൊണ്ട് പോലും അല്ലെങ്കിൽ നിങ്ങളെ വളരെയധികം ദ്രോഹിക്കുക, അവനെ അത്രയധികം ദ്രോഹിച്ചിട്ടും അവന്റെ വായിക്കകത്ത് കമ്പിട്ട് കുത്തിയിട്ട് പോകും. എനിക്ക് തോന്നുന്നില്ല അവൻ അത്രയധികം റിയാക്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവൻ എനിക്കൊരു നല്ല വ്യക്തിയായിട്ട് തന്നെയാണ് എനിക്ക് ഇതുവരെയും തോന്നിയിട്ടുള്ളത്, നമ്മൾ കാണുന്ന വീഡിയോസിലും അല്ലെങ്കിൽ കാര്യങ്ങളിലും ഒക്കെ. കാരണം നിങ്ങളെ ആ ഒരു വീഡിയോയിൽ കാണുമ്പോൾ പോലും എനിക്ക് റെസ്പെക്റ്റോ കാര്യങ്ങളോ ഒന്നും തോന്നുന്നില്ല. ഒരു സർവൈവർ ആണെന്ന് പോലും എനിക്ക് തോന്നാറില്ല. നിങ്ങൾക്ക് ഇപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ പറയാം. നിങ്ങള് ക്യാൻസറിനെ എങ്ങനെ ഇതായി അല്ലെങ്കിൽ അത്രയും എന്താ പറയാ തിരക്കിൽ നിന്നൊരു വ്യക്തി ഒരു ബെഡിലേക്ക് മാറുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന മാനസികാവസ്ഥ, അതിന്റെയൊക്കെ നിങ്ങൾ കുറച്ച് നാള് മുന്നേ പറഞ്ഞു. ആ സുവിശേഷക ഇങ്ങനെയാണ് സുവിശേഷകയാകുന്ന സ്വന്തം കുട്ടീനെ അല്ലെങ്കിൽ സ്വന്തം മകനായിട്ട് കരുതിയ ഒരാളെ കുറ്റം പറഞ്ഞുകൊണ്ടാണോ? അല്ലെങ്കിൽ സ്വന്തം കെട്ടിയവന്റെ ഫാമിലി അല്ലെങ്കിൽ സ്വന്തം കെട്ടിയോ മരിച്ചപ്പോ ഒന്നും തന്നില്ല അല്ലെങ്കിൽ അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരു സുവിശേഷകയാകാൻ പോകുന്നത്. അപ്പൊ ദൈവം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഫലമാണ് നിങ്ങൾ കിട്ടിയെന്ന് തന്നെ എനിക്ക് പറയാനുള്ളത്. കാരണം ഈ അസുഖമൊക്കെ ആർക്കും വരരുതെന്ന് നമ്മുടെ ശത്രുക്കൾക്ക് പോലും വരരുത് എന്ന് നമ്മൾ ചിന്തിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ നിങ്ങളുടെ ഈ ഒരു കാട്ടായൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരിക്കലും എന്താ പറയാ നമുക്ക് തോന്നിയ ആ ഒരു സഹതാപം തന്നെ ഇല്ലാതാകാണ് ഗൈസ്. അപ്പൊ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ ഇവരെ എത്രത്തോളം വീഡിയോ ഇടുന്നു അത്രയും ഞാൻ കിച്ചുവിനെ സപ്പോർട്ട് ചെയ്തു തന്നെ, അതായത് ആ ഒരു വീഡിയോയിൽ എത്രത്തോളം കിച്ചുവിനെ നെഗറ്റീവ് പറയുന്നുണ്ടോ അതിനെ സപ്പോർട്ട് ചെയ്തു തന്നെ ഞാൻ വീഡിയോ ചെയ്ത് തുടരും എന്ന് തന്നെയാണ് എനിക്ക് ഇനി പറയാനുള്ളത്. സോ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഓടി വരാം. അതിലേക്ക് നെക്സ്റ്റ് വീക്ക് സഞ്ജൽ സൈൻ ഓഫ്, ബൈ ഗൈസ്. അപ്പൊ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ഹൈപ്പും ഒക്കെ തരിക ഗൈസ്. അപ്പൊ ബൈ ബൈ.